നമസ്കാരം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? മുല്ലപ്പെരിയാർ വിഷയം ഇത്ര ആശങ്കാജനകമായി കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ എത്ര മന്ത്രിമാർ, എത്ര MLA മാർ, എത്ര MP മാർ പൊതുജനത്തിനോടൊപ്പം നിന്നു? പോട്ടെ, ഒപ്പം നിൽക്കേണ്ട, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു? ഇല്ല, ആലോചിച്ച് തലമുണ്ടാക്കാനൊന്നുമില്ല. ഒരൊറ്റ മന്ത്രിമാരോ ഇല്ല, MLA യോ ഇല്ല, MP യോ ഇല്ല, സുരേഷ് ഗോപി ഒഴിച്ച്. തൃശ്ശൂരിനെ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് ഒടുവിൽ തൃശ്ശൂരുകാർ തന്നെ ഏറ്റെടുത്ത സുരേഷ് ഗോപി. ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറഞ്ഞു പോകും. നെഞ്ചിലേറ്റിയ എന്നൊരു പദമാകും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൂടുതൽ യോജിച്ചത്. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവനാണ് നമ്മുടെ എല്ലാം സുരേഷ് ഗോപി. ഇപ്പോഴിതാ കേരളക്കര മുഴുവനും ഇന്ന് ആശങ്കയോടെ ഉറ്റുനോക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്റെ അഭിപ്രായവും കരുതലും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഒരുപക്ഷെ ഞാൻ ഇതിവിടെ പറഞ്ഞു വെക്കുമ്പോൾ ചില മാന്യ അദ്ദേഹങ്ങൾ ഈ വിഷയത്തെ പുച്ഛിച്ചു തള്ളാനിടയുണ്ട്. സുരേഷ് ഗോപി പ്രതികരിച്ചത് കൊണ്ട് എന്തായി, മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കുമോ എന്നിങ്ങനെയൊക്കെ സംശയം ഉയർന്നേക്കാം. എന്നാൽ അങ്ങനെയുള്ളവരോട് ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. വയനാട് ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാറാണ് മലയാളികൾക്കിടയിലെ അടുത്ത ആശങ്ക. തലയ്ക്ക് മേലെ ജലബോംബായി ഉയർന്നു നിൽക്കുന്ന ആ ആശങ്കയെ ആരെങ്കിലും പരിഗണിച്ചോ? കണ്ടില്ലെന്ന് നടിച്ചല്ലേ ഉള്ളൂ. ഇല്ല, ഒരു കൂട്ടർ വന്ന ഭീതി പടർത്തരുതെന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോയി. പിന്നെ ഭീതി പടർത്താതെ അത് പൊട്ടാൻ കാത്തിരിക്കണോ? ഇരിക്കണമെന്നാണെങ്കിൽ ഇരിക്കാം, പക്ഷെ അന്ന് ഈ ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോലും ആരും കാണില്ല. കേരളമേ കാണില്ല. എല്ലാം നശിക്കും. ശരി, നശിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് തന്നെ വെക്കട്ടെ. എങ്കിൽ ആ ഒരു അപേക്ഷയെങ്കിലും പരിഗണിച്ച് ഒരു ഉറപ്പെങ്കിലും ഞങ്ങൾക്ക് തരൂ. ഇതിപ്പോ എവിടെയും തൊടാതെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്താണ് കരുതേണ്ടത്? ഇതെന്റെ വാക്കുകളല്ല കേട്ടോ, പൊതുജനങ്ങൾക്ക് പറയാനുള്ളതാണ്. ഞാൻ വെറും ഒരു പ്രതിനിധി മാത്രം. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രതിനിധിയായി വരികയാണ് പ്രിയപ്പെട്ട SG. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആദ്യമായി ശബ്ദമുയർത്തിയ അധികാരി. അധികാര കസേര എന്നതിന്റെ അർത്ഥം ജനങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, അധികാരം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു തന്ന അധികാരി, ശരിയായ പൊതുപ്രവർത്തകൻ. രാഷ്ട്രീയ കുപ്പായം അണിയും മുമ്പേ ജനമനസ്സറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്ന SGക്കല്ലാതെ വേറെ ആർക്കാണല്ലേ പൊതുജനത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുക? നേരത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു. മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡാം എങ്ങാനും പൊട്ടിയാൽ ആര് ഉത്തരവാദിത്വം പറയും? കോടതി പറയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? കോടതിയിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ? എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട് ദുരന്തത്തെ സ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അവഗണന മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കുള്ള കരുതലായിരുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ ഇത് കേട്ട് ആശങ്കയിലാകേണ്ട തന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കൈപിടിച്ചുയർത്തുവാനും SG ആ രംഗം മാറ്റുവാനും മറന്നിട്ടില്ല. കേന്ദ്രമന്ത്രി ആണെങ്കിലും സിനിമ അഭിനയത്തിൽ നിന്നും പിന്മാറില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുപ്രകാരം സുരേഷ് ഗോപിയുടേതായി സിനിമകൾ ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. സുരേഷ് ഗോപിയെ ജനങ്ങൾക്ക് ഇഷ്ടമാക്കാൻ ഇടയാക്കിയത് അദ്ദേഹം ചെയ്ത കമ്മീഷണർ പോലെയുള്ള സിനിമകളും അതിലെ ഇടിവെട്ട് ഡയലോഗുകളുമാണ്. ഇന്നും ആ ഡയലോഗുകൾ ഹിറ്റാണ്. കമ്മീഷണറിലെ ഭരത് ചന്ദ്രൻ IPSന്റെ ഡയലോഗുകൾ എല്ലാം ഹിറ്റാണ്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ ശേഷവും പൊതുവേദിയിൽ സിനിമയിലെ മാസ് ഡയലോഗുമായി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. ICSE കോച്ച് ചാപ്റ്ററിന്റെ പരിപാടിയിൽ കമ്മീഷണർ സിനിമയിലെ ഭരത് ചന്ദ്രൻ IPSന്റെ ഡയലോഗാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയോട് ഈ ഡയലോഗ് പറയാൻ പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ ആവശ്യപ്പെടുകയായിരുന്നു. അയാൾ ഇപ്പോഴും ഭരത് ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ലെന്ന് പറയുന്ന കുറെ എണ്ണമുണ്ട്. അവരെ കൊണ്ട് പറയിക്കാനാണല്ലേ? പക്ഷെ ജനങ്ങൾക്ക് ഭരത് ചന്ദ്രനെയാണ് വേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? ഭരത് ചന്ദ്രനിലൂടെയും തുമ്മിക്കുഞ്ഞിലൂടെയും ചാക്കോച്ചിയിലൂടെയും നിങ്ങൾ ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ മുന്നിലും ചുറ്റിലും എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ആ നിങ്ങളുടെ ഇഷ്ടത്തെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത്. ഇനി ഞാൻ ഡയലോഗ് പറയാം. പുല്ലേ, മോഹൻ തോമസുമാരുടെ ഉച്ചിഷ്ടവും അമേധ്യവും കൂട്ടിക്കുടച്ച് വാരിത്തിന്ന് ഏമ്പക്കവും വിട്ട് ആശ്രത്തിൽ വാലും ചുരുട്ടി വെച്ച് അവരുടെയൊക്കെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന നിന്നെപ്പോലുള്ള, അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എനിക്കത് ഒരിക്കലും ആകാൻ സാധിക്കില്ല. ഐ ആം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. താങ്ക് യു, സുരേഷ് ഗോപി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതിനുശേഷം തമിഴ് ചിത്രം ധീരയിലെ ആദി കേശവന്റെ ഡയലോഗും മന്ത്രി പറയുന്നു. സത്യത്തിൽ ഇതല്ലേ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്? മലയാളികൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ അറിവുള്ളവരാണെങ്കിലും യഥാർത്ഥ പൊതുപ്രവർത്തനം എന്നാൽ എന്താണെന്ന് അനുഭവിച്ചറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുമോ?
അങ്ങനെ എതിർക്കുന്നവർ ഉണ്ടെങ്കിൽ പൊട്ടക്കണക്കിലെ തവളയെ പോലെ ഇരിക്കാതെ ഇടയ്ക്കൊന്ന് ലോകം കാണുന്നത് നല്ലതായിരിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ ഏത് ജില്ല എടുത്തു നോക്കിയാലും തൃശ്ശൂർ ഒഴിച്ച് സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ അവൻ ഇന്നും അന്നന്നത്തെ അനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. തനിക്ക് അർഹതപ്പെട്ടത് എന്താണെന്നോ തങ്ങളെ ദിനേന പറ്റിക്കുന്നവർ ആരാണെന്നോ ഒന്നും അവർക്കറിയില്ല, അറിയാൻ ശ്രമിക്കുന്നുമില്ല. എന്നാൽ ഇന്ന് ചിലർ അതിൽ നിന്നും ഉണർന്നു വരുന്നുണ്ട് കേട്ടോ, ഞാൻ അത് എതിർക്കുന്നില്ല. എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് അവർക്ക് അർഹതപ്പെട്ടത് അവിടെ അവരുടെ കൈകളിൽ ഭദ്രമായി എത്തിക്കാൻ SG ഉണ്ട്. MP സ്ഥാനത്തിരുന്നു കൊണ്ട് സഹമന്ത്രി സ്ഥാനം വഹിച്ചുകൊണ്ട് തന്റെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് അദ്ദേഹം. എന്നാൽ തൃശ്ശൂരുകാരെ മാത്രമല്ല, തന്നെ കൊണ്ടാവും പോൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുതന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലും കാണുന്നത്. കേരളത്തെ കൊണ്ട് ദശകങ്ങൾ എടുത്തിട്ടും സാധിക്കാത്തത് ഒരുപക്ഷെ SGയിലൂടെ സാധിച്ചേക്കാം. മലയാളികളുടെ രക്ഷകനാകാൻ SGക്ക് ആവുമായിരിക്കും.